വെൽക്കം ടു ഇൻഫോ സയൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റി BSc ഫിസിക്സിൻ്റെ 6th സെമസ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ. ഇതിൻ്റെ റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററും ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സിലബസ് നോക്കാം. നമുക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. അതായത് ആദ്യത്തെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ചാപ്റ്ററും, നെക്സ്റ്റ് ആയിട്ട് നമുക്കിതിൽ വരുന്നത് ന്യൂക്ലിയർ മോഡൽസ്, ദെൻ റേഡിയോ ആക്ടിവിറ്റി, ആൻഡ് 4th യൂണിറ്റ് ന്യൂക്ലിയർ റിയാക്ഷൻ, 5th വൺ പാർട്ടിക്കിൾ ഡിറ്റക്ടേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ്, ആൻഡ് യൂണിറ്റ് 6 ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ആൻഡ് 7th വൺ പാർട്ടിക്കിൾ ഫിസിക്സ്. അപ്പോൾ ഈ 7 ചാപ്റ്റർ ഉള്ളതാണ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന മോഡ്യൂള്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ന് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് ന്യൂക്ലിയസ് എന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ റൂദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ തന്നെ നമുക്ക് ന്യൂക്ലിയസ് എന്നൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അതിനുശേഷം ഫർദർ സ്റ്റഡീസ് നടന്നിട്ടാണ് ഈ ന്യൂക്ലിയറിനകത്ത് എന്ത് പാർട്ടിക്കിൾസാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളത്, അതായത് ന്യൂട്രോൺ, പ്രോട്ടോൺ ഇതുപോലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നൊക്കെ നമുക്ക് തെളിവുകൾ കിട്ടിയത്. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂക്ലിയസിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ്, എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെയാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ദ അറ്റോമിക് ന്യൂക്ലിയസ് ഇസ് എ സ്മോൾ ആൻഡ് ഡെൻസ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ അറ്റ് ദാൻ ആറ്റം. അത് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ന്യൂട്രോൺസും അതുപോലെ തന്നെ പ്രോട്ടോൺസും അടങ്ങിയിട്ടുള്ളതിനെ പറയുന്നതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ഇത് ഡിസ്കവർ ചെയ്യുന്നത് 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രസിദ്ധമായ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്. അതായത് ആൽഫ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്, ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ഇൻ 1932 മോഡൽ ഫോർ എ ന്യൂക്ലിയസ് കമ്പോസ്ഡ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അതായത് 1932 ഒരു ഡിസ്കവറിക്ക് ശേഷമാണ് ന്യൂട്രോണും അതുപോലെ തന്നെ പ്രോട്ടോണും ഇതിനകത്തുണ്ടെന്നുള്ളൊരു തെളിവ് കിട്ടുന്നത്. Almost all of the mass of an atom is located in the nucleus with very small contributing from the electron cloud. അതായത് ഒരു ആറ്റത്തിൻ്റെ ഓൾമോസ്റ്റ് മാസ്, അതായത് ഏറ്റവും കൂടുതൽ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിയസിനകത്താണ്. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ മാസ് ഇലക്ട്രോൺ മാസിനെക്കാട്ടിയും ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നതും നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൽ 4 ടൈപ്സ് ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മറ്റൊന്ന് വീക്ക് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂട്രോണും പ്രോട്ടോണും ഹെൽഡ് ടുഗദറാണ്. അതായത് രണ്ടും എപ്പോഴും ഒന്നിച്ച് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനാണ് ഏറ്റവും കൂടുതൽ മാസ്സും ഉള്ളത്. നെക്സ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഓൾ ദ അറ്റോമിക് ന്യൂക്ലിയർ ആർ മേഡപ്പ് ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾ കാൾഡ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറ്റോമിക് ന്യൂക്ലിയൈ, അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററിലുള്ള ന്യൂക്ലിയൈ പ്രോട്ടോൺസും ന്യൂട്രോൺസും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ധാരാളം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എ പ്രോട്ടോൺ ഹാസ് എ പോസിറ്റീവ് ചാർജ് ഓഫ് സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെന്നറിയാം, ഈ മൈനസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അതായത് ഇലക്ട്രോണിൻ്റെ മാഗ്നിറ്റ്യൂഡിന് കറക്റ്റായിട്ടുള്ള അതേ ഇതിലുള്ള പോസിറ്റീവ് ചാർജാണ് നമ്മുടെ പ്രോട്ടോണിനുള്ളത്. ദെൻ എ ന്യൂട്രോൺ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. നമുക്ക് ഇതൊക്കെ നമ്മൾ ബേസിക്സ് ക്ലാസ്സിൽ പഠിച്ചു വന്നതാണ്. അതായത് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല, ന്യൂട്രൽ പാർട്ടിക്കിളാണ്. ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രോണിന് ന്യൂട്രൽ ചാർജുമാണ് ഉള്ളത്. ദ പ്രോട്ടോൺ ആൻഡ് ദ ന്യൂട്രോൺ ആർ കൺസിഡർഡ് ടു ബി ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് സെയിം പാർട്ടിക്കിൾ വിച്ച് ഈസ് കോൾഡ് എ ന്യൂക്ലിയോൺ. അതായത് ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ന്യൂക്ലിയോൺ. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, 1 മാർക്കിന്. അതിനകത്തുള്ള 2 പാർട്ടിക്കിൾ, അതായത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഒന്നിച്ച്, അതായത് രണ്ടും കൂടി ഹെൽഡ് ടുഗദറായിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോൺ എന്ന്. ദെൻ എ സ്പീഷീസ് ഓഫ് ന്യൂക്ലിയോൺ ഈ നൗൺ ആസ് ന്യൂക്ലൈഡ് റെപ്രസെൻറ്റഡ് ബൈ Z(x)⁴A. അതായത് നമ്മുടെ ഒരു ആറ്റം അല്ലെങ്കിൽ നമ്മളൊരു മോളിക്യൂളിനെ
കോമ്പൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു കാണിച്ചിട്ടുള്ള ഫോമിലാണ്. അതായത് ഈ ഒരു രീതിക്ക് എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എലമെൻറ്റിൻ്റെ പേര്, ഇപ്പോൾ കാർബൺ ആണെങ്കിൽ കാർബൺ, അല്ലെങ്കിൽ നൈട്രജൻ നൈട്രജൻ, അതുപോലെ എലമെൻറ്റിൻ്റെ പേരും, ദെൻ അതിൻ്റെ താഴെ ഇസഡ് എന്നുള്ളത് നമ്മുടെ അറ്റോമിക് നമ്പരും, അതിൻ്റെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് മാസ് നമ്പറുമാണ്. ഈ മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിനകത്തുള്ള ന്യൂക്ലിയോൺസിൻ്റെ എണ്ണമാണ് നമ്മുടെ മാസ് നമ്പർ, അല്ലെങ്കിൽ എ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസഡ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കെമിക്കൽ സിമ്പിളാണ്. അതിപ്പോൾ കാർബൺ ആണെങ്കിൽ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും, ഓക്സിജൻ ആണെങ്കിൽ ഒ, നൈട്രജൻ ആണെങ്കിൽ അതുപോലെ ഏത് കെമിക്കൽ കോമ്പൗണ്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ സിമ്പിൾ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മുടെ കെമിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നത്. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ന്യൂട്രോൺ നമ്പറുണ്ട്. ന്യൂട്രോൺ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ന്യൂട്രോൺസ് നമ്മുടെ ആറ്റത്തിൽ പ്രസൻ്റ് ആണ് അതിൻ്റെ നമ്പറാണ് ന്യൂട്രോൺ നമ്പർ. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ n=a-z, അതായത് അറ്റോമിക് നമ്പറിൻ്റെയും മാസ് നമ്പറിൻ്റെയും ഡിഫറൻസ് നമുക്ക് ചെയ്യുമ്പോൾ ന്യൂട്രോൺ നമ്പർ കിട്ടും. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ക്ലോറിനാണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 35ഉം അതുപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പർ 17ഉമാണ്. അപ്പോൾ അവിടെ ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ എ എന്ന് പറയുമ്പോൾ ഇസഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പറും, എ എന്ന് പറയുമ്പോൾ മാസ് നമ്പറും. ദെൻ ഇതിൻ്റെ തന്നെ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലോറിനിൽ 80 ന്യൂട്രോൺസ് ഉണ്ട്. ഇതുമാണ് നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് ന്യൂക്ലിയസിനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി, ദെൻ ആ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതും, അറ്റോമിക് നമ്പർ, അതുപോലെ മാസ് നമ്പറും, അതുപോലെ ന്യൂട്രോൺ നമ്പറും, ഇത്രയുമാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയ ആണ്. അതായത് ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോ. ഓരോ ആറ്റംസും ആ ന്യൂക്ലിയസിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഐസോടോപ്സ് ആണ്. ഐസോടോപ്സ് ആർ ദ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ സെയിമും പക്ഷേ മാസ് നമ്പർ, അതായത് എ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മാസ് നമ്പർ ഡിഫറെൻ്റായിട്ട് വരുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഐസോടോപ്സ്. ഇത് ഓർമ്മിച്ചൊക്കെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഇത് ഇവിടെ അറ്റോമിക് എന്നുള്ളത് പോലെ തന്നെ ഇവിടെ ഐസോടോപ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഓർമ്മിച്ച് വയ്ക്കാം അറ്റോമിക്, ഐസോടോപ്പ്, ഈ ഒരു രീതിക്ക് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മനസ്സിലാകും. കാരണം സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അപ്പോൾ ഇതിനൊരു ബെറ്റർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ്റെ ഡിഫറെൻറ്റ് ഐസോടോപ്സ് ആണ്. നമ്മളിതൊക്കെ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ, ഡ്യൂറ്റീരിയം ആൻഡ് ട്രിഷ്യം. ഇതുപോലെ ഹൈഡ്രജൻ്റെ 3 ഡിഫറെൻറ്റ് ഐസോടോപ്സ് ആണ്. ഇതിൽ നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാട്ടർ. അതുപോലെ തന്നെ ഈ H1 ഇത് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഹൈഡ്രജൻ്റെ സെക്കൻഡ് ഐസോടോപ്പ് ആഡ് ചെയ്ത് വാട്ടർ ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് ഹെവി വാട്ടർ. ഇത് നമ്മൾ കൂളൻ്റായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. നമുക്ക് അപ്പോൾ ഐസോടോപ്പ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ഹൈഡ്രജൻ്റെ കേസ് എഴുതാം. ദെൻ നെക്സ്റ്റ് ആയിട്ട് ഇൻ അതർ വേർഡ് ദ ഐസോടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് നമ്മുടെ ഒരു എലമെൻറ്റ്സിൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോണും അതുപോലെ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ന്യൂട്രോണും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഐസോടോപ്പ് എന്ന് പറയും. അതേ കേസാണ് നേരത്തെ നമ്മൾ അറ്റോമിക് നമ്പർ എന്നും അതുപോലെ മാസ് നമ്പർ ഡിഫൈൻ ചെയ്തിരുന്നു. As the atom of isotope have identical electronic structure, they have identical chemical properties and placed in a same location in the periodic table. അതായത് ഈ ആറ്റംസ് ഓഫ് ഐസോടോപ്പ്, അതായത് ഐസോടോപ്സ് ഉള്ള ആറ്റംസിന് ഏകദേശം ഒരേപോലത്തെ ഇലക്ട്രോണിക് സ്ട്രക്ചറാണ് വരുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഹൈഡ്രജൻ്റെ കേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കത് കൂടുതൽ അങ്ങോട്ട് പോകണ്ട. നമുക്ക് ഇത്രയും ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഐസോടോപ്പ്, അതിനുള്ളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഐസോബാർസ്. അതായത് ഐസോബാർ എന്ന് പറയുമ്പോൾ ഐസോബാർസ് ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഹാവിങ് സെയിം മാസ് നമ്പർ എ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ഇസഡ്. അതായത് നേരത്തെ നമ്മൾ ഐസോടോപ്സ് പറഞ്ഞപ്പോൾ അറ്റോമിക് നമ്പർ സെയിമും ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പറുമായിരുന്നു. ഇവിടെ നമ്മുടെ ഐസോബാർസിൻ്റെ കേസ് വരുമ്പോൾ സെയിം നമ്പർ ഓഫ് മാസ് നമ്പർ സെയിമും പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള അറ്റോമിക് നമ്പറുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഐസോബാർസ്. അതായത് മാസ് നമ്പർ സെയിമും അതുപോലെ തന്നെ
അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ്. നമുക്കിവിടെ ഓക്സിജൻ്റെ കേസും നൈട്രജൻ്റെ കേസ് നോക്കാം. ഇവിടെ ദ ന്യൂക്ലിയ ഓഫ് ഓക്സിജൻ 16 ആൻഡ് നൈട്രജൻ 16 പ്രസൻറ്റ് ടു ഐസോബാർ. അതായത് ഇവിടെ നമുക്ക് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ, അതായത് എ എന്ന് പറയുന്നത് 16 ആണ്. അതുപോലെ തന്നെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പറും ഇവിടെ 16 ആണ് വന്നിട്ടുള്ളത്. പക്ഷേ ഡിഫറൻറ്റ് വന്നിട്ടുള്ളത് അറ്റോമിക് നമ്പറിൽ മാസ് നമ്പറിൽ ഓക്സിജൻ്റെ മാസ് നമ്പർ 16ഉം അതുപോലെ തന്നെ നൈട്രജൻ്റെ മാസ് നമ്പർ 16ഉമാണ്. ഇവിടെ നമുക്ക് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഓക്സിജൻ 8ഉം അറ്റോമിക് നമ്പർ 8ഉം അതുപോലെ തന്നെ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7ഉമാണ്. ഇത്തരത്തിൽ വരുന്നതിന് നമ്മൾ പറയുന്നതാണ് ഐസോബാർസ്. സിൻസ് ഐസോബാർസ് ആർ ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. നേരത്തെ ഐസോടോപ്സ് പറഞ്ഞപ്പോൾ സെയിം എലമെൻറ്റ്സ് ആണ് ഡിഫറെൻറ്റ് ഐസോടോപ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഹൈഡ്രജൻ നേരത്തെ പറഞ്ഞു. അതിന് പക്ഷേ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസും ഇതെല്ലാം പീരിയോഡിക് ടേബിൾ ഒരു സ്ഥലത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഐസോബാർസിൻ്റെ കേസ് വരുമ്പോൾ ഇതിന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്. അതായത് ഇവിടെ തന്നെ ഓക്സിജനും നൈട്രജനുമാണ്. അറ്റോമിക് നമ്പർ മാറുമ്പോൾ എലമെൻറ്റ്സ് മാറും. അത്തരത്തിലാണ് നമ്മുടെ ഐസോബാർസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ഫിസിക്കലും ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസുമുണ്ട്. നെക്സ്റ്റ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത് നമ്മുടെ ഐസോടോൺസ് ആണ്. ഐസോടോൺസ് ആർ ദ ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവിങ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും, പക്ഷേ ഇവരുടെ ന്യൂട്രോൺ നമ്പർ സെയിം ആയിരിക്കും. അതിനെ പറയുന്നതാണ് ഐസോടോൺസ്. ന്യൂട്രോൺസ് അതുപോലെ ഐസോടോൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഐസോടോൺസ് നമുക്ക് കാർബണും ഓക്സിജനും നമുക്ക് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. ഇവിടെ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6ഉം അതുപോലെ തന്നെ മാസ് നമ്പർ 14ഉമാണ്. ഇവിടെ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8ഉം അതുപോലെ തന്നെ മാസ് നമ്പർ 16ഉമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ് ന്യൂട്രോൺ നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കാർബണിൻ്റെ ഡിഫറൻസ് എടുത്താൽ 14 - 6 വരുമ്പോൾ 8 വരും. അതുപോലെ തന്നെ ഓക്സിജൻ്റെ കേസ് എടുക്കുമ്പോൾ 16 - 8 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. അതുകൊണ്ട് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് ഈ രണ്ട് ഇതിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റ് പറയുന്നത് ഐസോടോൺസ് എന്നാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 4th ആയിട്ട് വരുന്നത് ഐസോമേഴ്സ്. ഐസോമേഴ്സ് ആർ ദ ആറ്റം ഹാവിങ് സെയിം ഇസഡ് ആൻഡ് എ. അതായത് സെയിം അറ്റോമിക് നമ്പറും അതുപോലെ സെയിം മാസ് നമ്പറും ആയിരിക്കും. പക്ഷേ ഇതിലൊരു ഡിഫറൻസ് വരുന്നത് but they are different from one another in their nuclear energy state and exhibit different in their internal structure. അതായത് ഇവിടെ നമുക്കിപ്പോൾ സെയിം അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും വരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നാൽ മാത്രമല്ല അതൊരു വേറൊരു കോമ്പൗണ്ട് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് വരുന്ന ഇതിൻ്റെ ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റ്സിലാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ട് പറയുന്ന പേരാണ് ഐസോമേഴ്സ്. അതായത് ഐസോമേഴ്സ് ആർ ദ ആറ്റംസ് ഹാവിങ് സെയിം ഇസഡ് ആൻഡ് എ, അതായത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും, but different from one another in their nuclear energy states and exhibit difference in their internal structure. These nuclei are distinguished by their different lifetime. അതായത് ഇവിടെ റേഡിയോ ആക്ടിവിറ്റി ഒക്കെ വരുന്നതാണ്. ഡിഫറെൻറ്റ് ലൈഫ് ടൈംസ് വെച്ചിട്ട് നമ്മൾ അത് ആ ഒരു രീതി, അതായത് ന്യൂക്ലിയർ എനർജി സ്റ്റേറ്റ്സിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമുക്കിവിടെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കിട്ടുന്നത്. പക്ഷേ അതിനെല്ലാം സെയിം അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും ആയിരിക്കും. അതായത് ഏകദേശം സെയിം എലമെൻറ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് സെയിം അറ്റോമിക് നമ്പറും സെയിം മാസ് നമ്പറും വരുന്നത്. നെക്സ്റ്റ് കേസ് നമുക്ക് നോക്കാനുള്ളത് മിറർ ന്യൂക്ലിയ ആണ്. മിറർ ന്യൂക്ലിയ എന്ന് പറയുമ്പോൾ മിറർ ന്യൂക്ലിയ ആർ ദ ന്യൂക്ലിയ ഹാവിങ് സെയിം മാസ് നമ്പർ എ ബട്ട് വിത്ത് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ നമ്പർ ഇൻ്റർചേഞ്ച്. അതായത് ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ന്യൂട്രോൺ നമ്പറും പ്രോട്ടോൺ നമ്പറും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ വൺ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺ ഇൻ അതർ. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പോൾ ബെർലിയം Be47 ആണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇസഡ് വാല്യൂ 4ഉം അതുപോലെ തന്നെ ന്യൂട്രോൺ നമ്പർ ഈക്വൽ ടു 3യുമാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഇസഡ് വാല്യൂ, അതായത് അറ്റോമിക് നമ്പർ 4ഉം പക്ഷേ ന്യൂട്രോൺ നമ്പർ 3യുമാണ്. അതായത് തൊട്ട് താഴെ കിടക്കുന്ന ലിഥിയം, അതിൻ്റെ അറ്റോമിക് നമ്പർ 3, അതായത് ഇസഡ് വാല്യൂ 3യും ബട്ട് അതിൻ്റെ മാസ് നമ്പർ 7ഉമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രോൺ നമ്പർ 4ഉമാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ, അതായത് ബെർലിയത്തിൻ്റെ അറ്റോമിക് നമ്പറാണ് നമ്മുടെ ലിഥിയത്തിൻ്റെ ന്യൂട്രോൺ നമ്പറായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ബെർലിയത്തിൻ്റെ ന്യൂട്രോൺ നമ്പറുമായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ വരുന്നൊരു ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന എലമെൻറ്റ്സിനെ പറയുന്നതാണ് മിറർ ന്യൂക്ലിയൈ. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഐസോടോപ്സ്, ദെൻ ഐസോബാർ ആൻഡ് ദെൻ ഐസോടോൺസ്,
ഐസോമസ്, മിറർ ന്യൂക്ലിയ. അങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ. ദെൻ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ സൈസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വോളിയം ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ്, അക്കോർഡിംഗ് ടു Rutherford alpha particle scattering experiment, the distance of the closest approach of alpha particle to the nuclei was taken as a measure of nuclear radius. അതായത് നേരത്തെ പറഞ്ഞിരുന്നു റൂദർഫോർഡിൻ്റെ ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെൻറ്റ് വഴിയാണ് നമുക്ക് ന്യൂക്ലിയസിൻ്റെ ഡിസ്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയത് ആൽഫ പാർട്ടിക്കിൾ ടു ദ ന്യൂക്ലിയർ വാസ് ടേക്കൻ ആസ് ദ മെഷർ ഓഫ്, ഏറ്റവും അടുത്ത് ആൽഫ പാർട്ടിക്കിൾ എത്തിയ ആ ഒരു ഇതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁻⁻15 m, അതായത് മീറ്ററാണ് വരുന്നത്. ഇഫ് ദ ന്യൂക്ലിയർ അസ്യൂംഡ് ടു ബി സ്പെറിക്കൽ, എംപിറിക്കൽ റിലേഷൻ ഈസ് ഫൗണ്ട് ടു ബി ഹോൾ ഗുഡ് ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയർ ആൻഡ് ഈസ് മാസ് നമ്പർ. അതായത് മാസ് നമ്പർ കൂടിയ ന്യൂക്ലിയസിന് വലിയ വോളിയമാണ് ഉണ്ടായിരുന്നത്. അതായത് വോളിയവും നമ്മുടെ ന്യൂക്ലിയസിൻ്റെ വോളിയവും അതുപോലെ തന്നെ അതിൻ്റെ മാസ് നമ്പറും തമ്മിലൊരു പ്രപ്പോർഷണൽ ആണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് റൂദർഫോർഡ് അതിൻ്റെ ന്യൂക്ലിയർ സൈസിൻ്റെ ഡെറിവേഷനിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A⁻⁴ ആണ്. ഇതിപ്പോൾ സിംപ്ലിഫൈഡ് ഇക്വേഷനാണ്. കാരണം ഇവിടെ നമുക്കിപ്പോൾ ആദ്യം ഇത് വരുന്നത് സ്പിയറിൻ്റെ വോളിയം, അതായത് 4/3 πr³ എന്നുള്ള അതും അത് മാസ് നമ്പർ ആയ എക്ക് പ്രപ്പോർഷണൽ ആണെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെറിവേഷൻ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, ജസ്റ്റ് ഇതൊരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ മാത്രം എഴുതാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി R0 എന്നൊരു വാല്യൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് R = R0 A⁻⁴ എന്നാണ് കിട്ടുന്നത്. ഇവിടെ കാണുന്ന പോലെയാണ് ഇക്വേഷൻ വരുന്നത്. R0 = R0 × A⁻⁴. അവിടെ നമുക്ക് R0 എന്ന് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റിയാണ്. അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.3 ഫെർമി മീറ്റർ. 1 ഫെർമി = 10⁻⁻15 മീറ്റർ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയർ സൈസിനെ കുറിച്ച് ഇത്രയാണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് C6 ന്യൂക്ലിയസ്, അതായത് കാർബണിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി അറ്റോമിക് നമ്പർ വേണ്ട, മാസ് നമ്പർ മാത്രമാണ്. നമ്മൾ ആ ഇക്വേഷൻ നേരത്തെ കാണിച്ച ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ R = 1.3 × 10⁻⁻1/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ഫെർമി എന്നാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. നമുക്ക് വേറെ കാര്യത്തിലുള്ളത് ഈ ഫെർമി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഹെഡിക്കോ ഫെർമി എന്നുള്ള ശാസ്ത്രജ്ഞൻ്റെ ഒരു ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ഫെർമി എന്നുള്ള ടേം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് 10⁻⁻15 മീറ്റർ നമ്മൾ പറയുന്നതാണ് 1 ഫെർമി. അപ്പോൾ നെക്സ്റ്റ് നമുക്കിതിൽ നോക്കാനുള്ളത് ന്യൂക്ലിയർ മാസ്സാണ്. As the nucleus contain protons and neutrons, the mass of the nucleus is assumed to be the mass of its constituent. അതായത് നേരത്തെ പറഞ്ഞു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ആയിരിക്കും. അതായത് നമുക്ക് സാധാരണ നോർമൽ കണ്ടീഷനുള്ളത് തന്നെ ഒരു കാര്യം ടോട്ടൽ മാസ് എടുക്കുമ്പോൾ നമ്മൾ അതിനകത്തുള്ള എല്ലാത്തിൻ്റെയും മാസ് ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ന്യൂക്ലിയസിലും ഇപ്പോൾ ന്യൂക്ലിയർ മാസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ആയിരിക്കും. അതിനൊരു ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അസ്യൂംഡ് ന്യൂക്ലിയർ മാസ് = ZMP + NM, where MP and NM are the mass of a proton and a neutron respectively. From the measurement of mass by mass spectrometer, it is found that the mass of a stable nucleus is less than the total mass of nucleus. അതായത് ഇതിലൊരു കോൺട്രഡിക്ഷൻ വരുന്നതാണ്. നമ്മളൊരു മാസ് സ്പെക്ട്രോമീറ്റർ വെച്ച് മെഷർ ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൽ ടോട്ടൽ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതല്ല അവിടെ നമുക്ക് നമ്മുടെ സ്പെക്ട്രോമീറ്റർ വെച്ച് നോക്കിയപ്പോൾ കിട്ടിയത്. അതായത് അവിടെ ഒരു മാസ് ഡിഫക്റ്റ് വന്നിട്ടുണ്ട്, കാരണം കുറച്ച് മാസ് ഏതോ ഒരു ഫോമിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ΔM. അതായത് നമ്മൾ ടോട്ടൽ മാസിൽ നിന്ന്, അതായത് ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസിൽ നിന്ന്
ഒരു സ്മോൾ എം നമുക്ക് മൈനസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ആക്ച്വൽ മാസ് കിട്ടുള്ളൂ. കാരണം ഇവിടെ മാസ് ഡിഫക്റ്റ് വരുന്നത് ഇവിടെ കുറച്ച് മാസ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു മാസ് ഡിഫക്റ്റ് വരുന്നത്. ഡിഫറൻസ് ഇൻ മാസ് ഈസ് ZMP പ്ലസ് NMN മൈനസ് M വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ M, where delta M is the mass defect. Thus the difference of the total mass of a nucleon and the actual mass of the nucleus is known as mass defect. ഇവിടെ നമുക്ക് ഈ ഡെൽറ്റ എം എന്ന് കൊടുത്തിട്ടുള്ളതാണ് മാസ് ഡിഫക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ZMP പ്ലസ് NMN മൈനസ് M. ഇത്രയുമാണ് നമുക്ക് ന്യൂക്ലിയറിൻ്റെ മാസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിയർ ഡെൻസിറ്റിയാണ്. ദ ന്യൂക്ലിയർ ഡെൻസിറ്റി റോ എൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ മാസ് ആൻഡ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ്. നമുക്കറിയാം ഡെൻസിറ്റിയുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. ന്യൂക്ലിയറിൻ്റെ കേസിൽ അതുപോലെ തന്നെ അവിടെ വരുമ്പോൾ നമുക്ക് ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം എന്ന് വരും. അപ്പോൾ ഇവിടെ മാസ് നമ്പർ ഇൻറ്റു മാസ് ഓഫ് വൺ ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയർ വോളിയം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ വോളിയം വരുന്നത് 4/3 πr³. അതായത് നമ്മുടെ സാധാ ഒരു സ്പിയറിൻ്റെ വോളിയം, നമ്മൾ ന്യൂക്ലിയർ സ്പിയർ ടൈപ്പ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ഒരു രീതിക്കാണ് ന്യൂക്ലിയറിൻ്റെ ഷേപ്പ് വരുന്നത്. പിന്നെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ന്യൂക്ലിയറിൻ്റെ വോളിയം 4/3 πr³ ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, R0 a⁻⁴. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് റോ എന്നിൻ്റെ വാല്യൂ കിട്ടും. ഇത് രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ന്യൂക്ലിയർ വോളിയം കിട്ടും. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടിയത് 1.816 ഇൻറ്റു 10⁻17 കിലോഗ്രാം m⁻⁻3. ഇത്തരത്തിലാണ് നമ്മുടെ ന്യൂക്ലിയർ ഡെൻസിറ്റി വന്നത്. ദ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ ദ ന്യൂക്ലിയൈ irrespective of its size. The high value of the nuclear density shows that nuclear matter is in an extremely compressed state. അതായത് ന്യൂക്ലിയർ ഡെൻസിറ്റി ഓരോ ന്യൂക്ലിയസിനും ഓരോ ഡെൻസിറ്റി അല്ല, എല്ലാ ഇപ്പോൾ സൈസ് വേരിയേഷൻ ഇല്ലാതെ, ഇപ്പോൾ നമ്മൾ ഓരോ സൈസ് കൂടി സൈസ് കുറഞ്ഞ ന്യൂക്ലിയസ് ഉള്ള ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വേരിയേഷനൊന്നും ഇല്ലാതെ ന്യൂക്ലിയർ ഡെൻസിറ്റി ഏകദേശം എല്ലാ എലമെൻസിനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഒരു ഇത്രയും വലിയൊരു വാല്യൂ ന്യൂക്ലിയർ ഡെൻസിറ്റി കിട്ടിയതിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റിയത് ഈ ന്യൂക്ലിയർ മാറ്റർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി കംപ്രസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ന്യൂക്ലിയർ ഡെൻസിറ്റിയെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിയർ ചാർജാണ്. ദ ചാർജ് ഓഫ് എ ന്യൂക്ലിയസ് ഇസ് ഡ്യൂ ടു ദ പ്രോട്ടോൺ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഈച്ച് പ്രോട്ടോൺ ഹാസ് എ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. അതായത് ന്യൂക്ലിയർ ചാർജിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്. ഇപ്പോൾ ന്യൂട്രോൺസിൽ അവിടെ നമുക്ക് ന്യൂട്രോൺസ് ന്യൂട്രലാണ്, ബട്ട് പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോട്ടോൺസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് വരുമ്പോൾ ഓരോ പ്രോട്ടോൺസിൻ്റെയും ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുമ്പോൾ ദ ന്യൂക്ലിയർ ചാർജ് ഈക്വൽ ടു ZE, വെയർ Z ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയർ അറ്റോമിക് നമ്പർ കൊണ്ട് E, അതായത് അത് 1.6 ഇൻറ്റു 10⁻⁻19 കൂളം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ന്യൂക്ലിയർ ചാർജ് കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്കുള്ളത് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ്, ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആൻഡ് അൺചാർജ്ഡ് neutrons. According to Coulomb's law, protons must repel each other with a very large force because they are close to each other, and hence the nucleus must be broken into pieces. But this does not happen. അതായത് ഒരു ന്യൂക്ലിയസ് നമ്മൾ നേരത്തെ പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസും അതുപോലെ തന്നെ അൺചാർജ് അതിൽ ന്യൂട്രൽ ചാർജുള്ള ന്യൂട്രോൺസും ഉള്ളത്. ബട്ട് കൂളം ലോ അനുസരിച്ച്, അതായത് കൂളം ലോ അനുസരിച്ച് ഈ രണ്ട് സെയിം ചാർജ് റിപ്പൽ ചെയ്യും, ബട്ട് ഓപ്പോസിറ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്നത്. ബട്ട് ഈ ന്യൂക്ലിയസിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണം, റിപ്പല് ചെയ്ത് പോകണം. പക്ഷേ റിപ്പല് ചെയ്ത് പോകുന്നില്ല. ഇതിനുള്ള കാരണമാണ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് സം അതർ ഫോഴ്സ് ഇൻ ന്യൂക്ലിയർ വിച്ച് ഓവർകം ദ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ ബിറ്റ്വീൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺസ് ആൻഡ് ദ ബൈൻഡ്സ് ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ
പറഞ്ഞിരുന്നു ഈ ഒരു പ്രോട്ടോൺസ് മാത്രം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് ബ്രോക്ക് ചെയ്ത് പോകണം. ബട്ട് ഇവിടെ ഈ ഒരു ബ്രോക്കിംഗ് സംഭവിക്കാതെ ഇതിനെ ഹെൽഡ് ചെയ്ത്, അതായത് പിടിച്ചു നിർത്തുന്ന ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് നമ്മൾ പറയുന്നതാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന്. ഈ ന്യൂക്ലിയർ ഫോഴ്സാണ് യൂണിവേഴ്സിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ബട്ട് ഇത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ ലോങ് റേഞ്ച്ഡ് ഫോഴ്സ് അല്ല. അപ്പോൾ നമുക്കിനി അതിൽ ഈ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഉള്ളത് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ചാർജ് ഇൻഡിപെൻഡൻറ്റ്. ഇറ്റ് ഈസ് സെയിം ഫോർ ഓൾ ദ 3 ടൈപ്പ് ഓഫ് പെയർ ന്യൂക്ലിയോൺസ്. അതായത് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ചാർജ്, ഇപ്പോൾ ഒരു എലമെൻസിൻ്റെ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ സെയിം ഫോർ ഓൾ 3 ടൈപ്പ് ഓഫ് പെയേഴ്സ് ഓഫ് ന്യൂക്ലിയസ്. അതായത് ന്യൂട്രോൺ ഇൻട്രാക്ഷനും പ്രോട്ടോൺ ഇൻട്രാക്ഷനും അതുപോലെ തന്നെ പ്രോട്ടോൺ ഇൻട്രാക്ഷനും സെയിം ഇതാണ്. അതായത് സെയിം ചാർജാണ് നമ്മുടെ ചാർജല്ല, സെയിം ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ് കൊടുക്കുന്നത്. ദിസ് ഷോസ് ദാറ്റ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് നോട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻ നേച്ചർ. ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, അതൊരു വേറൊരു തരത്തിലുള്ള ഫോഴ്സ് എന്നാണ്. നെക്സ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സാണ്. നെക്സ്റ്റ് പോയിന്റ്, ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് നോട്ട് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എബൌട്ട് 10⁻14 ടൈംസ് സ്ട്രോങ്ങർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതായത് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നറിയാം, നമ്മളെ എർത്തും അതുപോലെ സണ്ണും തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരെയാണ്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്, ബട്ട് വീക്ക് ഫോഴ്സാണ്. ബട്ട് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സേ അല്ല, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കാട്ടിയും 10⁻14 ടൈംസ് ഗ്രേറ്റർ ആണ്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കാട്ടിയും 10⁻14 ടൈംസ് സ്ട്രോങ്ങർ ആണ് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ്. ഇപ്പോൾ നെക്സ്റ്റ് ടേം വരുന്നത് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ബിറ്റ്വീൻ 2 ന്യൂക്ലിയോൺസ് വിച്ച് ആർ ലെസ് ദാൻ 10⁻⁻15 മീറ്റർ എപ്പാർട്ട് ആൻഡ് ഈസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ അറ്റ് എ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ദിസ്. അതായത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, അതുപോലെ തന്നെ സ്ട്രോങ് ഫോഴ്സാണ്. ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ 10⁻⁻15 മീറ്റർ, അതായത് 1 ഫെർമി ആ ഒരു ഗ്യാപ്പിൽ മാത്രമേ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് നിലനിൽക്കത്തുള്ളൂ, ബട്ട് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഇതിലുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്, മാഗ്നറ്റിക് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആർ ലോങ് റേഞ്ച് ഫോഴ്സസ്. ദേ ക്യാൻ ബി ഫെൽറ്റ് ഈസിലി. അതായത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയാലും മാഗ്നറ്റിക് ഫോഴ്സ് ആയാലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ലോങ് റേഞ്ച് ഫോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആയിട്ടൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ള യുക്കാവേ സജസ്റ്റഡ് ദാറ്റ്, യുക്കാവേ എന്ന് പറയുമ്പോൾ ഒരു ജാപ്പാനീസ് ഫിസിസ്റ്റ് ആണ്. യുക്കാവേ സജസ്റ്റഡ് ദാറ്റ് ദ ന്യൂക്ലിയർ ഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ എനി 2 ന്യൂക്ലിയോൺസ് മേ ബി ഡ്യൂ ടു ദ കണ്ടിന്യൂസ് എക്സ്ചേഞ്ച് ഓഫ് പാർട്ടിക്കിൾ കാൾഡ് മെസോൺ, ജസ്റ്റ് ആസ് ഫോട്ടോൺ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. ഇവിടെ യുക്കാവേ പറഞ്ഞിട്ടുള്ളത്, ഇത് നമുക്ക് ലാസ്റ്റ് മെസോൺ തിയറി എന്ന് പറഞ്ഞിട്ടൊന്ന് നോക്കാം. അത് യുക്കാവേ പറഞ്ഞിട്ടുള്ളത് ഒരു മെസോൺ എന്നുള്ള 2 പാർട്ടിക്കിൾസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് നിലനിൽക്കുന്നത്. അതായത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഫോട്ടോൺസ് എങ്ങനെയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതേ ഒരു പ്രൊസീജിയറിൽ തന്നെ ഇവിടെ മെസോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഫോഴ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം അതിൻ്റെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല, അതുപോലെ തന്നെ മെസോൺ എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇതിൽ ന്യൂക്ലിയർ ഫോഴ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അതായത് നമുക്കറിയാം നമ്മൾ കിലോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ യൂണിറ്റായി പോകും. അപ്പോൾ അത്രയൊന്നും വെച്ച് നമുക്ക് നമ്മുടെ പ്രോട്ടോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ മാസ് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതിന് നമ്മൾ AMU എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് 1/12 ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ വെയ്റ്റിനെ പറയുന്നതാണ് 1/12 ഓഫ് മാസ് ഓഫ് കാർബൺ ആറ്റം. അതിന് നമ്മൾ പറയുന്നതാണ് 1 AMU.
അതായത് 1 AMUവിൻ്റെ വാല്യൂ 1.66 ഇൻറ്റു 10⁻⁻27 എന്നാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ് നമ്മുടെ 1 AMU. The mass of a nucleus is expressed in atomic mass unit through the unit of mass is kilogram. One atomic mass unit is considered as the 1/12th mass of the carbon atom. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ മാസ്സാണ് നമ്മൾ അറ്റോമിക് മാസ്, ന്യൂക്ലിയസിൻ്റെ മാസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം നമുക്കറിയാം ഈ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതാണ്, കിലോഗ്രാമിലൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ അത് ഇത്രയും വലിയ വാല്യൂസ് വരും. 1.66 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ ഒരു ന്യൂക്ലിയസിൻ്റെ മാസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. 1/12th മാസ് ഓഫ് കാർബൺ ആറ്റത്തിൻ്റെ വാല്യൂ ആണ് നമ്മൾ 1 AMU എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെയായിട്ട് നമുക്കിവിടെ ഉള്ളത് the mass of a proton MP equal to 1.07276 AMU. This is equal to the difference in mass of hydrogen atom which is 1.007825 AMU and the mass of electron. The mass ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോട്ടോണിൻ്റെ മാസ് 1.00727 AMU ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറൻസ്, മാസിൻ്റെ ഡിഫറൻസിന് ഈക്വലായിട്ടാണ് ഉള്ളത് 1.007825 AMU ആൻഡ് ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ദ മാസ് ഓഫ് ന്യൂട്രോൺ Mn ഈക്വൽ ടു 1.00866 AMU. ഇവിടെ നമുക്ക് ഇത് മാസിൻ്റെ കാര്യമാണ്. ദ എനർജി നമുക്ക് ഇത് വെച്ചിട്ട് ഈക്വൽ ടു MC² എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷനായ ഈക്വൽ ടു MC² ആണ്. ഇവിടെ നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ 1/12th ഓഫ് ദ കാർബൺ ആറ്റമാണ് 1 AMU. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ, അതായത് ഈ ന്യൂട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിൽ വരുന്നത് ഈക്വൽ ടു നമ്മൾ കാൽക്കുലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് 1.66 ഇൻറ്റു 10⁻27 ഇൻറ്റു 3 ഇൻറ്റു 10⁻8 ദ ഹോൾ സ്ക്വയർ, അതായത് ഈക്വൽ ടു MC² ഇക്വേഷൻ ജൂൾസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 1 electron volt is defined as the energy of an electron when it is accelerated through a potential difference of 1 volt. അതായത് 1 electron volt എന്ന് പറയുന്നത് നമ്മുടെ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. അതായത് 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതിൽ നിന്ന് നമുക്കൊരു ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യാൻ എടുക്കുന്ന എനർജിയാണ് 1 electron volt എന്ന് പറയുന്നത്. ഈ 1 electron volt 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾസിന് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് പറഞ്ഞത് ഈക്വൽ ടു 1, നമ്മൾ നേരത്തെ ഈക്വൽ ടു MC² വെച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഇലക്ട്രോൺ വോൾട്ടോട്ട് മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ ഇലക്ട്രോൺ വോൾട്ടിൻ്റെ കാര്യം പറഞ്ഞത്. അതായത് ഈ ഈക്വൽ ടു MC² നമ്മൾ ഒരു ഇലക്ട്രോൺ വോൾട്ടിൻ്റെ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഈയുടെ വാല്യൂ നമുക്ക് ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ 1 AMU ഉള്ള ഒരു ന്യൂക്ലിയസിൻ്റെ എനർജി എന്ന് പറയുന്നത് 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് കിട്ടുന്നത്. അതായത് 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് ഈ ഒരു ന്യൂക്ലിയസിൻ്റെ എനർജി, അല്ലെങ്കിൽ 1 AMUവിൻ്റെ ഇക്വലൻറ്റ് എനർജി കിട്ടുന്നത്. ഈ വാല്യൂ ഓർമ്മിച്ച് വെച്ചിരിക്കാം. ഇത് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്കിത് വരുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റമാണ്. ഈ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ഇലക്ട്രോൺസ് ഇത് അതിൻ്റെ ഷെൽ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്പിൻ, അതായത് ഈ ഷെൽ മോഡൽ വരുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലാണ്, ന്യൂക്ലിയർ മോഡൽസിനാണ് വരുന്നത്. നമുക്കത് അവിടെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എന്താണ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മതി. The proton and neutron have intrinsic spin. The spin angular momentum is computed by LS coupling. അതായത് നമ്മൾ 5th സെമസ്റ്ററിൽ പഠിച്ചിരുന്നു LS കപ്ലിങ്ങും JJ കപ്ലിങ്ങും. ആ ഒരു കപ്ലിംഗ് സ്കീം വെച്ചിട്ടാണ് നമുക്കിവിടെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം വരുന്നത്. അവിടെ നമുക്ക് ഇതിൻ്റെ കിട്ടുന്ന ആംഗുലാർ മൊമെൻറ്റം L ഈക്വൽ ടു √ S ഇൻറ്റു S+1 ഇൻറ്റു H ഗട്ട്, വെയർ S ഈക്വൽ ടു ഹാഫ്. അതായത് ആണ് നമ്മുടെ ഈ പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഫെർമിയോൺസിൻ്റെ സ്പിൻ എന്ന് പറയുമ്പോൾ ഹാഫാണ്. അങ്ങനെ നമുക്ക് S വാല്യൂ ഹാഫ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ന്യൂക്ലിയസിൻ്റെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. LS കപ്ലിങ്ങും അതുപോലെ JJ കപ്ലിംഗ് ഈ സ്കീംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കണ്ടുപിടിക്കുന്നത്. അതൊന്നും അത്രയും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. ദെൻ
നെക്സ്റ്റ് നമുക്ക് വരുന്ന ഈ ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം മാത്രമല്ല നമ്മുടെ ന്യൂട്രോണിനും പ്രോട്ടോണിനും ഉള്ളത്. കാരണം ഇത് ഒരു ഓർബിറ്റിൽ കൂടി സ്പിൻ ചെയ്യുന്നതിനോടൊപ്പം ഇതൊരു ഓർബിറ്റിൽ കൂടിയും റൊട്ടേഷൻ നടക്കുന്നുണ്ട്. സ്വന്തമായിട്ട് സ്പിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഓർബിറ്റിൽ കൂടി ഇത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും സമ്മാണ്. The resultant angular momentum of a nucleus is obtained by adding the spin and orbital angular momentum of the all nucleus within the nucleus. The total angular momentum of a nucleus is given by ln into root of L into L plus n into h hat. അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ന്യൂക്ലിയസിന് സ്വന്തമായിട്ട് സ്പിന്നുമുണ്ട്, അതുപോലെ തന്നെ ഒരു ഓർബിറ്റിൽ കൂടി റൊട്ടേഷനുമുണ്ട് ഈ പ്രോട്ടോൺസിന്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും, അതായത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെയും സമ്മായിട്ടാണ് വരുന്നത്. ദിസ് ഈസ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയർ സ്പിൻ. ദിസ് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയർ സ്പിൻ. അതായത് ന്യൂക്ലിയർ സ്പിൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ln ഈക്വൽ ടു റൂട്ട് ഓഫ് L ഇൻറ്റു L പ്ലസ് 1 ഇൻറ്റു h hat. ഇത്രയുമാണ് നമുക്ക് സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അതായത് നമുക്കറിയാം ഈ ന്യൂട്രോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ നമ്മുടെ ഈ ന്യൂക്ലിയസിനകത്ത് ഓർബിറ്റ് മോഷൻ അല്ലെങ്കിൽ സ്പിൻ മോഷനിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു സ്പിന്ന് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇലക്ട്രോൺ സ്പിൻ ഉണ്ടാകുന്ന കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതായത് കറണ്ട് ഡെവലപ്പ് ചെയ്തിട്ട് അതൊരു കറണ്ട് ലൂപ്പായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അതിലൊരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകുന്ന പോലെ തന്നെ ഇവിടെ നമ്മുടെ ന്യൂട്രോണിൻ്റെ കേസിലും അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകുന്നു. അതിന് നമ്മൾ പറയുന്നതാണ് ഈ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇക്വേഷനൊക്കെയാണ് ഈ ഒരു ഹെഡിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ ന്യൂക്ലിയസ് ഗീവ്സ് റൈസ് ടു എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ടു വിച്ച് ഈസ് ഗീവൺ ബൈ mu ഈക്വൽ ടു gn mu n I. അതിൽ ഈ ഒരു ഇക്വേഷൻ വഴിയാണ് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ വെയർ gn ഈസ് ദ ന്യൂക്ലിയർ g factor and it is an dimensionless number which takes different value for different nuclei and mu n is the nuclear magneton. അതായത് ഇതിൽ ഈ ഒരു mu ഈക്വൽ ടു gn mu n I എന്ന് പറയുന്ന ഇക്വേഷനിൽ gn എന്ന് പറയുന്നത് ന്യൂക്ലിയർ g ഫാക്ടറും അതുപോലെ തന്നെ അതൊരു ഡൈമെൻഷൻലെസ് നമ്പറാണ്. അതായത് അതിന് ഡയമെൻഷൻസ് ഇല്ല. അത് ഓരോ ന്യൂക്ലിയസ് മാറുന്നതിനനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് വരും. അതുപോലെ തന്നെ അതിൽ mu n എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. The spin of an electron has a magnetic dipole moment of 1 Bohr magneton, that is mu e equal to E h hat by 2 m e. അതായത് നമുക്ക് നേരത്തെ അറിയാം ഈ ഇലക്ട്രോൺസിൽ സ്പിൻ കാരണം അതിനൊരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ 1 Bohr magneton എന്നാണ് പറയുന്നത്. അതിൽ നമുക്ക് കിട്ടുന്ന mu e ഈക്വൽ ടു E h hat by 2 m e. അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എലമെൻ്ററി ചാർജ് പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ ഒരു ചാർജ് കാരണവും അതിനൊരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഫോം ചെയ്യും. ഈ ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറാക് തിയറി ഉപയോഗിച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് തിയറി ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. ആ ഇക്വേഷനാണ് mu n ഈക്വൽ ടു E h hat by 2 m p. നേരത്തെ നമ്മൾ mu e ഈക്വൽ ടു E h by 2 m e എന്നാണ് പഠിച്ചത്. ഇവിടെ അതേ ഇക്വേഷൻ തന്നെ mu n ഈക്വൽ ടു E h hat by 2 n p. അതായത് ഇവിടെ നമുക്ക് പ്രോട്ടോണിൻ്റെ മാസാണ് എടുക്കുന്നത്. mu n എന്ന് പറയുന്നത് ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. അതിൽ m p എന്ന് സഫിക്സ് p എന്ന് പറയുന്നത് മാസ് ഓഫ് എ പ്രോട്ടോണിൻ്റെ മാസ്. അപ്പോൾ ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇയുടെയും h ഹട്ടിൻ്റെയും വാല്യൂ കൊടുത്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് mu n ഈക്വൽ ടു 5.050 ഇൻറ്റു 10⁻⁻27 ജൂൾ പെർ ടെസ്ല. അതായത് ഇതാണ് നമ്മുടെ ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെ വാല്യൂ. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഡയറക്റ്റ് തിയറി നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ആ ഒരു ഇക്വേഷനും അതിൻ്റെ ആ ഒരു വാല്യൂ. നെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ദ എക്സ്പെരിമെൻറ്റ് വാല്യൂ ഓഫ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആർ mu proton equal to 2.792845 mu n and mu neutron equal to -1.91301 mu n. അതായത് എക്സ്പെരിമെൻറ്റ് വഴി നമുക്ക് പ്രോട്ടോണിൻ്റെയും അതുപോലെ തന്നെ ന്യൂട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ്സ് കിട്ടിയത് ഈ കാണിച്ചിട്ടുള്ള വാല്യൂസ് അനുസരിച്ച്. അതായത് പ്രോട്ടോണിൻ്റെ വാല്യൂ 2.79 അതുപോലെയും ആൻഡ് mu ന്യൂട്രോൺ, അതായത് ന്യൂട്രോണിൻ്റെ
മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടിയത് -1.91304 μn എന്നാണ്. ഇതിൽ നമുക്ക് പ്രോട്ടോണിൻ്റെത് പോസിറ്റീവ് നമ്പറും അതുപോലെ തന്നെ ന്യൂട്രോൺ വന്നപ്പോൾ നമുക്ക് നെഗറ്റീവുമാണ് കിട്ടിയിട്ടുള്ളത് വാല്യൂ കിട്ടിയത്. The positive signs means that the spin of angular momentum I and the magnetic moment vector are in same direction. അതായത് നമ്മുടെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഐയും അതുപോലെ തന്നെ ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടറും ഒരേ ഡയറക്ഷനിലെന്നാണ് അതിൻ്റെ മീനിങ്. ദെൻ അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ നമുക്ക് നെഗറ്റീവ് കിട്ടി. ദ നെഗറ്റീവ് സൈൻ മീൻസ് ദാറ്റ് ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് പ്രോട്ടോണിൻ്റെ കേസിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഐയും മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് വാല്യൂവും. ദെൻ ന്യൂട്രോണിൻ്റെ കേസ് വന്നപ്പോൾ അത് നെഗറ്റീവ് ആവാൻ കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ദെൻ ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ആറ്റം ആർ മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് ബോർ മാഗ്നറ്റോൺ μb. ദ റേഷ്യോ ഓഫ് ബോർ മാഗ്നറ്റോൺ ടു ദ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ഈസ് μb/μn വിച്ച് ഈസ് ഈക്വൽ ടു mp/me. അതായത് മാഗ്നറ്റിക് മൊമെൻറ്റ്, അതായത് ഒരു ആറ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ബോർ മാഗ്നറ്റോണിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റേഷ്യോ, ദ റേഷ്യോ ഓഫ് ബോർ മാഗ്നറ്റോൺ ടു ദ ന്യൂക്ലിയർ മാഗ്നറ്റോൺ, അതായത് ബോർ മാഗ്നറ്റോണിൻ്റെയും ന്യൂക്ലിയർ മാഗ്നറ്റോണിൻ്റെയും റേഷ്യോ എടുക്കുമ്പോൾ, അതായത് μb/μn mp/meയും എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1836 എന്നുള്ളൊരു വാല്യൂ ആണ്. ഇതാണ് അതിൻ്റെ റേഷ്യോയുടെ വാല്യൂ. ഈ വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതായത് റേഷ്യോ ഓഫ് ബോർ മാഗ്നറ്റോൺ ടു ദ ന്യൂക്ലിയർ മാഗ്നറ്റോൺ, അതിൻ്റെ വാല്യൂ 1836 എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വയ്ക്കാം. ഇത്രയുമാണ് നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ്. അപ്പോൾ ഈ ക്വാഡ്രപോൾ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പെറിസിറ്റി, അതായത് നമ്മുടെ ന്യൂക്ലിയസ് സ്പെറിക്കൽ ഷേപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ആ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴാണ് ആ ഒരു സ്പെറിക്കൽ ഷേപ്പ് വരുന്നത്. എന്നിരുന്നാലും ഇതിനൊരു ചില കേസിൽ ഡിഫറൻസ് വരും, അതായത് സ്പെറിസിറ്റിയിൽ നിന്ന് ഇത് മാറി വരാം. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻ്റ് എന്ന് ഉള്ള ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ദ ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ് ഈസ് ദ ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക് അസോസിയേറ്റഡ് ടു ദ ന്യൂക്ലിയർ. ദിസ് മൊമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ദ നോട്ട് പ്യുവർലി സ്പെറിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ന്യൂക്ലിയർ. Indeed, its measure allow us to survey the geometric deformation of the nuclei of spherical shape. അതായത് നേരത്തെ പറഞ്ഞു ഒരു ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതൊരു സ്പെറിക്കൽ ഷേപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ചില സമയങ്ങളിൽ അതിന് വേരിയേഷൻസ് ഉണ്ടാകും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് Q എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്ന Q = ഇൻ്റഗ്രൽ rho into 3z² minus x² plus y² plus z² into d tau. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. വെയർ rho is the average nuclear charge density in the unit of proton charge. X, y, z coordinate are the coordinate of the volume element d tau and integration over the new volume. അതായത് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റിലെ ആ ഇക്വേഷനിൽ ഈ കാണുന്നതാണ് ഇക്വേഷൻ, ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇതിൽ റോ എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ന്യൂക്ലിയർ ചാർജ് ഡെൻസിറ്റി, അതായത് ന്യൂക്ലിയർ മാസ് ബൈ ന്യൂക്ലിയർ വോളിയം ഇൻ യൂണിറ്റ് ഓഫ് പ്രോട്ടോൺ ചാർജ്. അതുപോലെ തന്നെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ്. ഈ വോളിയം ഉള്ള ആ കോർഡിനേറ്റ് ആണ് എക്സ് വൈ ഇസഡ്, അതായത് 3 dimensional കോർഡിനേറ്റ് ആണ്. ആൻഡ് ദ വോളിയം എലമെൻറ്റ് ആർ ദ കോർഡിനേറ്റ് ഓഫ് വോളിയം എലമെൻറ്റ്, അതായത് ഡി ടോ എന്ന് പറയുന്ന സ്പേസിലെ വോളിയം എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ ആ കോർഡിനേറ്റ്സ് ആണ് എക്സ് വൈ ഇസഡ്. ഇതിനെ ടോട്ടൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, ടോട്ടൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ന്യൂക്ലിയർ ക്വാഡ്രപോൾ മൊമെൻറ്റ് കിട്ടുന്നത്. ഇഫ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് സ്ഫെറിക്കൽ ഓർ സിമെട്രിക്, x² = y² = z², therefore 3z² minus x² plus y² plus z² = 0. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ന്യൂക്ലിയസ് സ്പെറിക്കൽ ഷേപ്പ്, ന്യൂക്ലിയസ് നമ്മുടെ സ്പെറിക്കൽ ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ എല്ലാ കോർഡിനേറ്റും, അതായത് അതിൻ്റെ എല്ലാ സ്ക്വയേഴ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ടേമിൽ ഇതിൽ വരുന്ന ഈ 3z² മൈനസ് ഈ ഒരു ടേം, ഈ യെല്ലോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ടേം അത്രയും 0 ആയിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാം നമുക്കുള്ള ന്യൂക്ലിയസ് എന്താണ്, സ്പെറിക്കൽ ഷേപ്പിലാണ്. ദെൻ ഹെൻസ് Q is 0, അതുകൊണ്ട് Q 0 ആണെങ്കിൽ സ്പെറിക്കൽ ഷേപ്പാണ്. ഇഫ് റോ ഈസ് എലോങ്ങിനേറ്റഡ് എലോങ് z axis, that is z² greater than x² minus y² leading to Q greater than 0. അതായത്
ഇപ്പോൾ നമ്മുടെ റോ ഡെൻസിറ്റി ഇസഡ് സൈഡിലോട്ട്, അതായത് ഇസഡ് ആക്സിലോട്ട്, ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ ഇസഡ് ആക്സിലോട്ട് എലോങ്ങേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് അല്പം ഒന്ന് വലിച്ചു നീട്ടിയതുപോലെ ഇസഡ് ആക്സിലോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്യൂ വാല്യൂ എന്ത് ചെയ്യും, 0യെ കാട്ടിയും കൂടുതലായിരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ പ്രോലേറ്റ് എന്ന് പറയും. ഇല്ല, അത് ഒരു കേസാണ്. നെക്സ്റ്റ് കേസിൽ ഫ്ലാറ്റൻ ഷേപ്പ്, അതായത് ഇസഡ് സ്ക്വയർ ലെസ് ദാൻ എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ, അതായത് ഇസഡ് സ്ക്വയർ കുറവും എക്സ് സ്ക്വയറും വൈ സ്ക്വയർ ആ ഒരു ഇതിൽ വലിച്ചിങ്ങനെ ഈ ഫ്ലാറ്റൻ സർഫേസ് ഈ കാണുന്നത് പോലെ ഫ്ലാറ്റായിട്ടാണ് കാണുന്നതെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്താവും, 0യെ കാട്ടിയും ലെസ് ആയിരിക്കും. ആ കേസ് വരുമ്പോൾ ഒബ്ലേറ്റ് ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിൽ ന്യൂക്ലിയർ ക്വാഡ്രപ്പിൾ മൊമെൻറ്റിൽ 2 ഷേപ്പാണ് വരുന്നത്, അല്ല 3 ഷേപ്പ് വരുന്നുണ്ട്. അതായത് ഒന്ന് സ്പെറിക്കൽ ഷേപ്പ്, നെക്സ്റ്റ് വൺ ഏത് ഈ പ്രോലേറ്റ് ഷേപ്പ്, ആൻഡ് തേർഡ് വൺ ഒബ്ലേറ്റ് ഷേപ്പ്. അപ്പോൾ ക്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ്, ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പ്രോലേറ്റ്, ആൻഡ് ദെൻ ക്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ എന്താവും, ഒബ്ലേറ്റ് ഷേപ്പ് വരും. ഇത്രയുമാണ് നമുക്ക് ന്യൂക്ലിയർ ക്വാഡ്രപ്പിൾ മൊമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് കേസിൽ നമുക്ക് നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് പാരിറ്റിയാണ്. പാരിറ്റി ഡിസ്ക്രൈബ്സ് ദ ബിഹേവിയർ ഓഫ് വേവ് ഫംഗ്ഷൻ. അതായത് ഇത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ അനാലിസിസ് വരുമ്പോഴാണ് നമുക്ക് പാരിറ്റിയൊക്കെ വരുന്നത്. ഇതുവഴി നമുക്ക് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയസിൻ്റെ വേവ് ഫംഗ്ഷൻ, അതായത് സൈ എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടർ റിഫ്ലക്ഷൻ ഓഫ് ദ കോർഡിനേറ്റ് ഓഫ് എ കോർഡിനേറ്റ് സിസ്റ്റം, if the wave function change sign on reflection, it is said to have odd parity. For odd parity, psi of minus x minus y minus z equal to minus psi of x, y and z. അതായത് ഇത് ഞാൻ പറഞ്ഞു വേവ് ഫംഗ്ഷൻ ക്വാണ്ടം മെക്കാനിക്സ് ആ ഒരു അനാലിസിസിലാണ് ഇത് വരുന്നത്. നമുക്കത് ഡീപ്പായിട്ടൊന്നും ഇല്ല, ഇവിടെ ജസ്റ്റ് എന്താണ് പാരിറ്റി എന്ന് മാത്രം ചെയ്താൽ മതി. അതായത് നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് വരികയാണെങ്കിൽ, if the wave function changes sign on reflection, it is said to have odd parity. അതായത് ഇപ്പോൾ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് സൈൻ ചേഞ്ച് വരണം, ഇഫ് ദ ഫംഗ്ഷൻ ചേഞ്ചസ് സൈൻ ഓൺ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ഓഡ് പാരിറ്റി. ഈ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഈ കാണിച്ചിട്ടുണ്ട് പാരിറ്റി സൈ മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഈക്വൽ ടു, നമ്മൾ പുറത്ത് മൈനസ് ഇട്ടിട്ടുണ്ട്, സൈ ഓഫ് എക്സ് കോമ വൈ കോമ ഇസഡ്. ഇത് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സിനെ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതൂലേ, അതായത് ആ ഫംഗ്ഷനെ മൊത്തത്തിൽ നമുക്ക് മൈനസ് ആകും. അതായത് ഇവിടെ സൈൻ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, ഇഫ് ദ വേവ് ഫംഗ്ഷൻ ചേഞ്ചസ് സൈൻ ഓൺ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ഓഡ് പാരിറ്റി. അത് ഫസ്റ്റ് കേസ്. ദെൻ ഇഫ് ദ വേവ് ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് സൈൻ ഓൺ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ഈവൻ പാരിറ്റി. ഇവിടെ വേവ് ഫംഗ്ഷൻ സൈൻ ചേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. ആ ഒരു കേസ് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അവിടെ നമുക്ക് ഈവൻ പാരിറ്റിയാണ് കിട്ടിയത്. അതായത് ഇവിടെ ഇപ്പോൾ ഇവിടെ സൈൻ ചേഞ്ച് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ആ ഒരു കേസ് വരുമ്പോൾ ഇഫ് ദ വേവ് ഫംഗ്ഷൻ ഡസ് നോട്ട് ചേഞ്ച് സൈൻ ഓൺ റിഫ്ലക്ഷൻ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് ഈവൻ പാരിറ്റി. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പാരിറ്റിയിലുള്ള കേസ്. സൈൻ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ഓഡ് പാരിറ്റിയും, സൈൻ ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ ഈവൻ പാരിറ്റിയും. ഇത് രണ്ടുമാണ് നമുക്ക് പാരിറ്റിയിലുള്ള കേസ്. ഇത്രയും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി നെക്സ്റ്റ് ഒരു മെയിൻ ഹെഡിങ് വരുന്നതാണ് ബൈൻഡിങ് എനർജി. ഈ ബൈൻഡിങ് എനർജി കാരണമാണ് നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺസും പ്രോട്ടോൺസും ഒന്നിച്ച് ഇരിക്കാൻ കാരണം. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷനൊക്കെ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ് ബൈൻഡിങ് എനർജിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വെൻ ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ കമ്പൈൻ ടു ഫോം എ ന്യൂക്ലിയസ്, ദ മാസ് ദാറ്റ് അപ്പിയേഴ്സ്, അതായത് നേരത്തെ നമ്മൾ പറയുന്നു മാസ് ഡിഫക്റ്റ് എന്നുണ്ട്. നമ്മൾ ആക്ച്വൽ മാസും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും കാൽക്കുലേഷനിലും എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നു. അതിന് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്നാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെയാണ് അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് ആ മാസ് ഡിഫക്റ്റ് വരുന്നതെന്ന്. അതായത് ഈ മാസ്സാണ് ഇവിടെ ബൈൻഡിങ് എനർജി ആയിട്ട് മാറുന്നത്. ഇ ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ, അതായത് ഇ ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചുകൊണ്ട് ഈ ഒരു ബൈൻഡിങ് എനർജി ആയിട്ട് അത് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. When the proton and neutron combine to form a nucleus, the mass that appears is converted into a equivalent amount of energy. This energy is called binding energy of nucleus. അപ്പോൾ ഈ ഒരു മാസ് ഡിഫക്റ്റ് വരുന്ന ആ ഒരു കാര്യമാണ് നമുക്കിവിടെ ബൈൻഡിങ് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. To disrupt a stable nucleus into constituent പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ, ദ മിനിമം എനർജി റിക്വയർഡ് ഈസ് ദ ബൈൻഡിങ്. അതായത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഇല്ലേ, അതിലൊക്കെ നമുക്ക് ഈ ഒരു പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബൈൻഡിങ് എനർജിക്ക് തുല്യമായ എനർജി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിനെ ഏതാണോ ആ എനർജി അത് നമ്മൾ പറയുന്നതാണ് ബൈൻഡിങ് എനർജി. നെക്സ്റ്റ് ഇതിൽ നമുക്ക് ബൈൻഡിങ് എനർജിയെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇഫ് എം ഈസ് ദ ഡിറ്റർമിനൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് ഹാവിംഗ് ഇസഡ് പ്രോട്ടോൺ ആൻഡ് എൻ ന്യൂട്രോൺ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. ഇപ്പോൾ എം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയറിൻ്റെ മാസ് ആണെങ്കിൽ, ഡിറ്റർമിനൽ മാസ് ആണെങ്കിൽ, ഇസഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോട്ടോൺസിൻ്റെയും എന്ന് പറയുന്നത് ന്യൂട്രോണുമാണ്. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ ഇക്വേഷൻ വരുന്നത് ഇസഡ് എം ബി പ്ലസ് എൻ എം എൻ മൈനസ് എം ഇൻറ്റു സി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എം സി സ്ക്വയർ. അതായത് നേരത്തെ നമ്മൾ മാസ് ഡിഫക്റ്റിൽ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷനാണ് വരുന്നത്. അവിടെ നമുക്ക് ബൈൻഡിങ് എനർജി ഇക്ക് പകരം നമ്മളിവിടെ ബൈൻഡിങ് എനർജി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കേസ് വരുന്നുണ്ട്. ഇഫ് ദ ബി ഇ ഗ്രേറ്റർ ദാൻ 0 ദ ന്യൂക്ലിയസ് ഇസ് സ്റ്റേബിൾ ആൻഡ് എനർജി മസ്റ്റ് ബി സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ് ടു ഡിസ്റ്റർബ് ഇറ്റ് ഇൻറ്റു കോൺസ്റ്റുവൻസ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ 0യെ കാട്ടിയും ഗ്രേറ്റർ ദ ന്യൂക്ലിയസ് എന്ന് പറയും. ആ ന്യൂക്ലിയസ് എന്താണ്? എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ദ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആൻഡ് എനർജി മസ്റ്റ് ബി സപ്ലൈഡ് ഫ്രം ഔട്ട്സൈഡ് ടു ഡിസ്റ്റർബ് ഇൻറ്റു കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്. അതായത് അത് നമുക്കിപ്പോൾ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് വഴി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ എനർജി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ അത്തരത്തിലുള്ള ന്യൂക്ലിയസ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ സെക്കൻഡ് കേസ് വരുന്നത് ഇഫ് ബി ഇ ലെസ് സ്റ്റേബിൾ ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ബൈൻഡിങ് എനർജിയുടെ വാല്യൂ ലെസ് ദാൻ 0 എന്ന് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ ന്യൂക്ലിയസ് എന്താവും? അൺസ്റ്റേബിൾ ആകുകയും സ്വന്തമായി ഡിസിൻറ്റിഗ്രേഷൻ നടന്ന് പോവുകയും ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ ബൈൻഡിങ് എനർജിയുടെ രണ്ട് കണ്ടീഷൻസ് വരുന്നത്. നെക്സ്റ്റ് കേസിൽ വരുന്നത് ദ ബൈൻഡിങ് എനർജി ഓഫ് എ ന്യൂക്ലിയസ് ഡിറ്റർമിൻ ഇറ്റ് ഈസ് സ്റ്റേബിൾ എഗെയിൻസ്റ്റ് ഡിസ്റ്റിങ്ഗ്രേഷൻ. അതായത് നേരത്തെ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് കേസ് വെച്ചിട്ടാണ് നമ്മുടെ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണോ സ്റ്റേബിൾ അല്ലയോ എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വേറൊരു കാര്യം, നമുക്കത് വേറെ രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ ബൈൻഡിങ് എനർജി ഈസ് ലാർജ് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആൻഡ് വൈസ് വെർസ. അതായത് ബൈൻഡിങ് എനർജി കൂടുതൽ വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ തിരിച്ചും വരും. എന്താണ് ബൈൻഡിങ് എനർജി കുറയുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റിയും കുറഞ്ഞു വരും. ഇനി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്കിവിടെ ഉള്ളത് സ്റ്റെബിലിറ്റി ഓഫ് എ ന്യൂക്ലിയസ് ആൻഡ് ദ ബൈൻഡിങ് എനർജി. നേരത്തെ പറഞ്ഞിരുന്നു ബൈൻഡിങ് എനർജിയുടെ വാല്യൂസ് ഹയർ വാല്യൂസ് ആണെങ്കിൽ എന്താണ്? ന്യൂക്ലിയസ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഇങ്ങോട്ട് വരുന്നത്. ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് ഈക്വൽ ടു ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതായത് ഇവിടെ ബൈൻഡിങ് എനർജി, ഒരു ന്യൂക്ലിയോണിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബൈൻഡിങ് എനർജി ഓഫ് ദ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിൻ്റെ മൊത്തത്തിലുള്ള ബൈൻഡിങ് എനർജി കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്, എത്ര ന്യൂക്ലിയോൺസ് ഉണ്ടോ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വാരീസ് ഫോർ എലമെൻറ്റ് ടു എലമെൻറ്റ്. അതായത് ഓരോ എലമെൻറ്റ്സിനും ബൈൻഡിങ് എനർജിയുടെ വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഇഫ് ദ മാസ് നമ്പർ എ ഓഫ് ദ ന്യൂക്ലിയസ് along the x axis and the binding energy per nucleon on the y axis. അതായത് മാസ് നമ്പറിനെ എക്സ് ആക്സിസിലും ദെൻ ബൈൻഡിങ് എനർജി y ആക്സിസിൽ എടുത്തുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫാണ് ബൈൻഡിങ് എനർജി ഗ്രാഫ്. എക്സ്പ്ലനേഷൻ ഓഫ് ബൈൻഡിങ് എനർജി കർവാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബൈൻഡിങ് എനർജി കർവ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാസ് നമ്പർ എക്സ് ആക്സിസിലും അതുപോലെ തന്നെ നമ്മുടെ ബൈൻഡിങ് എനർജി y ആക്സിസിലും എടുത്ത് വരയ്ക്കുന്ന ആ ഒരു കർവിനെ പറയുന്നതാണ് ബൈൻഡിങ് എനർജി ഗ്രാഫ്. ഈ ഗ്രാഫ് വെച്ചിട്ടുള്ള സ്റ്റഡീസാണ് നമുക്ക് നടത്തേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ 2 മുതൽ, അതായത് ഈ എയുടെ വാല്യൂ സ്റ്റാർട്ടിങ് മുതൽ ഏകദേശം 20 വരെ, ഇവിടെ എത്തുമ്പോഴാണ് 20 ആകുന്നത്. ഈ 20 വരെ ഒരു ഷാർപ്പ് ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ഷാർപ്പ് ഇൻക്രീസ് വരുന്നു. പക്ഷേ ഇവിടെ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വരുന്നതെല്ലാം നമ്മുടെ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന, അതായത് ആ നമ്പേഴ്സ് ദ പീക്സ് കറസ്പോണ്ടിങ് ടു ദോസ് ന്യൂക്ലിയൈ ഹൂസ് മാസ് നമ്പർ ആർ ദ മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് നമ്മുടെ മാസ് നമ്പർ, നമ്മുടെ ഈ കാണിച്ചിട്ടുള്ള മാസ് നമ്പർ, അതിലുള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസ് നമ്പർ 4ൻ്റെ മൾട്ടിപ്പിൾസ് എത്തുമ്പോഴാണ് അവിടെ ആ ഒരു പീക്സും വേരിയേഷൻസും വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. The binding energy per nucleon increases sharply with the mass number A up to 20. It increases slowly after A equal to 20. For A less than 20, there are exist of recurrence of peaks corresponding to those nuclei whose mass number are the multiple of 4 and they contain only not only equal but also even number of protons and neutrons. അതായത്
ഇവിടെ തന്നിട്ടുള്ള ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുള്ള ഈ ഹീലിയം, ബെർലിയം, കാർബൺ, ഓക്സിജൻ, നിയോൺ, ഇവിടെയൊക്കെ ആ എലമെൻസിൻ്റെയൊക്കെയാണ് ആ ഗ്രാഫിൽ കുറച്ച് പീക്സ് ആയി കാണിച്ചിട്ടുള്ളത്. ഇതെല്ലാം 4ന്റെ മൾട്ടിപ്പിൾസിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു പീക്സ് അവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം അവിടെ അതിന് ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസും ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസും ഉണ്ട്. അതുകൊണ്ടാണ് ആ ഗ്രാഫിൽ ചില പീക്സ് വരുന്നുണ്ട്. ദ കർവ് ബിക്കം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫോർ ദ മാസ് നമ്പർ ബിറ്റ്വീൻ 140 ആൻഡ് 120. ബിയോണ്ട് 120 ഡിക്രീസസ് ആസ് ദ എ ഇൻക്രീസസ്. ഇവിടെ ഈ ഗ്രാഫിൽ ഇതാ കണ്ടോ, ഈ 40 എത്തുന്നവരെ ഒരു പീക്ക് ഇൻക്രീസ് ആണ് വരുന്നത്. അതായത് നമ്മൾ 20 വരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻക്രീസ് ഉണ്ട്. എന്നാൽ ഇവിടെ ഈ 40 മുതൽ ഇവിടെ നിന്നാണ് 40 വരുന്നത്. ഈ 40 തൊട്ട് ഏകദേശം 120 വരെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ട് വരുന്ന രീതിക്കാണ് ആ ഗ്രാഫ് പോകുന്നത്. അതായത് ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് രീതിയിൽ. ചെറിയ വേരിയേഷൻസ് ആണ്, കാരണം ഇവിടെ 8ൻ്റെയും 9ൻ്റെയും ഇടയിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂസിൽ പോകുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം, ഇവിടെ ഈ 120 എത്തി കഴിയുമ്പോൾ അവിടെ ഒരു ഷാർപ്പ് ഡിക്രീസ് ആണ് വരുന്നത്. ഇതും നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. അതായത് 40 മുതൽ 120 വരെ നമ്മുടെ ഗ്രാഫിലുള്ള മാസ് നമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ എലമെൻറ്റ്സ്, അതായത് മാസ് നമ്പറും ബൈൻഡിങ് എനർജിയും ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്നാൽ 120 എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഷാർപ്പ് ഡിക്രീസ് ആണ് കാണുന്നത്. ഇറ്റ് ഡിക്രീസ് ആസ് ദ, അതായത് എ കൂടുന്നതനുസരിച്ച്, അതായത് മാസ് നമ്പർ കൂടുന്നതനുസരിച്ച് അവിടെ ബൈൻഡിങ് എനർജി കുറഞ്ഞു വരികയാണ്. അത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, നേരത്തെ പറഞ്ഞിരുന്നു ബൈൻഡിങ് എനർജി കൂടിയതെല്ലാം എക്സ്ട്രാ സ്റ്റേബിളാണ്, പക്ഷേ ബൈൻഡിങ് എനർജി കുറയുന്ന ആറ്റംസ് എല്ലാം സ്റ്റെബിലിറ്റി കുറഞ്ഞവയാണ്. അത് ഡിസിൻറ്റിഗ്രേഷൻ നടക്കും, അതായത് റേഡിയോ ആക്ടിവിറ്റിയൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് പോയിന്റ് വരുന്നത്, ദ ബൈൻഡിങ് എനർജി പെർ ദ ന്യൂക്ലിയോൺ റീച്ചസ് എ മാക്സിമം ഓഫ് 8.79 മെഗാ ഇലക്ട്രോൺ വോൾട്ട് അറ്റ് എ ഈക്വൽ ടു 56, അതായത് കറസ്പോണ്ടിങ് ടു ദ അയൺ ന്യൂക്ലിയസ്. ഹെൻസ് അയൺ ന്യൂക്ലിയസ് ഈസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് വേറൊരു റിസൾട്ടാണ്. ഇവിടെ കണ്ടോ, ഈ ഒരു പോയിൻ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രീൻ കാണുന്നത് അവിടെ അത് അറ്റോമിക് നമ്പർ 50, മാസ് നമ്പർ 56 ആണ് വരുന്നത്. അതിൻ്റെ ഇലക്ട്രോൺ വോൾട്ട് വരുന്നത് 8.79 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് അവിടെ വരുന്നത്. അതെന്ന് പറയുന്നത് അയണാണ്. അയണിനാണ് ഏറ്റവും കൂടിയ ബൈൻഡിങ് എനർജി ഉള്ളത്. അതുകൊണ്ടാണ് അയൺ ഏറ്റവും സ്റ്റേബിൾ എലമെൻറ്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് അനാലിസിസ് ആയിട്ട് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. ദെൻ തേർഡ് പോയിന്റ് നോക്കാം. ദ ആവറേജ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഈസ് എബൌട്ട് 8.5 മെഗാ ഇലക്ട്രോൺ ഫോർ ദ ന്യൂക്ലിയർ ഹാവിംഗ് മാസ് നമ്പർ റേഞ്ചിങ് ബിറ്റ്വീൻ 40 and 20. ദീസ് എലമെൻറ്റ്സ് ആർ കമ്പയർലി മോർ സ്റ്റേബിൾ ആൻഡ് നോൺ റേഡിയോ ആക്റ്റീവ്. അതായത് നമ്മുടെ നേരത്തെ പറയുന്നു ബൈൻഡിങ് എനർജി കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ട് തന്നെ ഈ ഒരു 40ക്കും, അതായത് മാസ് നമ്പർ 40ക്കും 120ക്കും ഇടയ്ക്ക് നിൽക്കുന്ന എലമെൻറ്റ്സിൻ്റെ ഏകദേശം ബൈൻഡിങ് എനർജി വരുന്നത് എന്താണ്? 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ എലമെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി മോർ സ്റ്റേബിളാണ്, ബട്ട് നോൺ റേഡിയോ ആക്റ്റീവുമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ബൈൻഡിങ് എനർജി കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൂടും. ദെൻ ഫോർത്ത് പോയിന്റ്, ഫോർ ഹയർ മാസ് നമ്പർ ദ കർവ് ഡ്രോപ്പ് സ്ലോലി ആൻഡ് ദ BE by A, അതായത് ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ റേഷ്യോ ഈസ് അബൌട്ട് 7.6 മെഗാ ഇലക്ട്രോൺ ഫോർ ദ യുറേനിയം. ഹെൻസ് ദേ ആർ അൺസ്റ്റേബിൾ ആൻഡ് റേഡിയോ ആക്റ്റീവ്. അതായത് മാസ് നമ്പർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ബൈൻഡിങ് എനർജി കുറയുന്നു. ബൈൻഡിങ് എനർജി കുറയുന്നതനുസരിച്ച്, അതായത് അബൌട്ട് 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടൊക്കെയാണ് വരുന്നത്. ബൈൻഡിങ് എനർജി കുറയുന്നതനുസരിച്ച് നമ്മുടെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കുറയുന്നു. അങ്ങനെ സ്റ്റെബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആവും. അതിന് ബെറ്റർ എക്സാമ്പിളാണ് നമ്മൾ യുറേനിയം. യുറേനിയം റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. അതിൻ്റെ ബൈൻഡിങ് എനർജി കർവ് അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെൻറ്റ്സ് അതിനുശേഷമുള്ള എല്ലാം റേഡിയോ ആക്റ്റീവാണ്. അടുത്ത ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്, ദ ലെസർ എമൗണ്ട് ഓഫ് ദ ബൈൻഡിങ് എനർജി ഫോർ ലൈറ്റർ ആൻഡ് ഹെവിയർ ന്യൂക്ലിയർ എക്സ്പ്ലെയിൻ ദ ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫിഷൻ റെസ്പെക്റ്റീവ്ലി. എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ലിബറേറ്റഡ് ഇഫ് ദ ലൈറ്റർ ന്യൂക്ലിയർ are fused to form heavier one fusion or if the heavier nucleus split into higher one fission. അതായത് നമ്മുടെ ബൈൻഡിങ് എനർജി കുറയുന്നതനുസരിച്ച് അവിടെ ന്യൂക്ലിയസ് നമുക്ക് എന്താവും? ഇത് നമ്മുടെ റേഡിയോ ആക്റ്റീവ് ആവും. അതുകൊണ്ട് തന്നെ എ ലാർജർ എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ലിബറേറ്റഡ് ഇഫ് ദ ലൈറ്റർ ന്യൂക്ലിയർ ഫ്യൂസ്ഡ് ടു ഫോം ഹെവിയർ വൺ. അതായത് ചെറിയ എലമെൻറ്റ്സ് എല്ലാം കൂട്ടിച്ചേർത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയൊരു ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫ്യൂഷനാണ്. ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഫ്യൂഷൻ നടത്തുമ്പോൾ അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ വരും. അവിടെ എന്ത് ചെയ്യുന്നു? ലാർജ് എമൗണ്ട് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇഫ് ദ ഹെവിയർ ന്യൂക്ലിയർ സ്പ്ലിറ്റ് ഇൻ ടു ലൈറ്റർ വൺസ്, അവിടെ നമുക്ക് ഫിഷൻ പ്രോസസ്സ് വഴി ഹെവിയർ ന്യൂക്ലിയസ് സ്മോളർ ന്യൂക്ലിയർ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താലും അവിടെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ ലാർജ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രാഫാണിത്, ബൈൻഡിങ് എനർജി ഗ്രാഫ്.
ഇനി നെക്സ്റ്റ് ആയിട്ട് ഇത്രയാണ് നമുക്ക് ബൈൻഡിങ് എനർജിയിലുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഹെഡിങ് എന്ന് പറയുമ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ. ദ റേഷ്യോ ബിറ്റ്വീൻ ദ മാസ് ഡിഫക്റ്റ് ആൻഡ് ദ മാസ് നമ്പർ എ ഈസ് കോൾഡ് ദ പാക്കിംഗ് ഫ്രാക്ഷൻ. അതായത് ഇതൊരു റേഷ്യോ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാക്കിംഗ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ പാക്കിംഗ് ഫ്രാക്ഷൻ F ഈക്വൽ ടു ഡെൽറ്റ M/A, അതായത് മാസ് ഡിഫക്റ്റ്. നേരത്തെ നമ്മളത് പറഞ്ഞിരുന്നു, മാസ് ഡിഫക്റ്റ് തൊട്ട് മുന്നേ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാസ് നമ്പർ എയും തമ്മിലുള്ള റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ദ മാസ് ഡിഫക്റ്റ് പെർ ന്യൂക്ലിയൻ. അതായത് ഒരു ന്യൂക്ലിയോണിൽ എത്ര മാസ് ഡിഫക്റ്റ് വരുന്നു അതിൻ്റെ ആ ഒരു റേഷ്യോ പറയുന്ന പേരാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. സിൻസ് അറ്റോമിക് മാസ് ആർ ദ മെഷർ ടു relative to C-tol and the packing fraction of this isotope is 0. This is also measure of comparatively stability of an action. That is, packing fraction കണ്ടുപിടിക്കുന്ന വേറൊരു ഇക്വേഷൻ ആണ് packing fraction equal to isotopic mass minus mass number by mass number into 10⁴. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. പാക്കിംഗ് ഫ്രാക്ഷൻ ക്യാൻ ഹാവ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ. അതായത് നമ്മുടെ പാക്കിംഗ് ഫ്രാക്ഷൻ നമ്മൾ ഇത് കാൽക്കുലേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് സൈൻ കിട്ടും. പാക്കിംഗ് ഫ്രാക്ഷൻ ക്യാൻ ഹാവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ ഇഫ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഐസോട്ടോപ്പിക് മാസ് ഇസ് ലെസ് ദാൻ ദ മാസ് നമ്പർ. അതായത് ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഐസോട്ടോപ്പിക് മാസ് ആക്ച്വൽ മാസ് നമ്പറിനെ കാട്ടി എന്താവും, ലെസ് ദാൻ ആയിരിക്കും. ഇൻ സച്ച് കേസസ് സം മാസ് ഈസ് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എനർജി ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയസ്. അതായത് ഒരു ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ നേരത്തെ നമ്മൾ മാസ് ഡിഫക്റ്റ് പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് മാസ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോംഡ് ഇൻടു എനർജി, അതായത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സച്ച് ന്യൂക്ലിയർ മോർ സ്റ്റേബിൾ. അത്തരത്തിൽ ഫോം ചെയ്യുന്ന ന്യൂക്ലിയസ് എന്താണ്, മോർ സ്റ്റേബിൾ ആണ്. അതായത് ഈ ഒരു ഐസോട്ടോപ്പിക് മാസ് ആക്ച്വൽ മാസിനെ കാട്ടിയും മാസ് നമ്പറിനെ കാട്ടിയും ലെസ് ദാൻ ആയി വരുമ്പോൾ അത് നെഗറ്റീവ് വാല്യൂ ആണ്. അങ്ങനെ വന്ന് അത്തരത്തിൽ മാസ് കുറയുന്നതിന് കാരണം എന്താണ്, അവിടെ എനർജി ഫോർമേഷൻ നടക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ ഫോം ചെയ്യുന്ന ന്യൂക്ലിയസ് ആണെങ്കിൽ അവിടെ മോർ സ്റ്റേബിൾ ആയിരിക്കും. എ പോസിറ്റീവ് പാക്കിംഗ് ഫ്രാക്ഷൻ ഇംപ്ലൈസ് എ ടെൻഡൻസി ടുവേഴ്സ് ഇൻസ്റ്റെബിലിറ്റി. അതായത് ഇപ്പോൾ നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷൻ്റെ വാല്യൂ പോസിറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഇൻസ്റ്റെബിലിറ്റിയാണ് ഉണ്ടാകുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, അവിടെ ആറ്റംസിൻ്റെ സ്റ്റെബിലിറ്റി കുറയുന്നു. ദിസ് ഈസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് എലമെൻറ്റ് ഓഫ് ലോ അറ്റോമിക് മാസസ്. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ്, അതായത് പോസിറ്റീവിലോട്ട് അത് വരികയെന്ന് വെച്ചാൽ പോസിറ്റീവ് വാല്യൂ കിട്ടുക നമ്മുടെ ലോവർ അറ്റോമിക് മാസ്സുള്ള എലമെൻസിൻ്റെ കാര്യത്തിൽ ശരിയാവണമെന്നില്ല. ഇതൊക്കെ ഹയർ അറ്റോമിക് മാസ് ഉള്ളതിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ഈ പാക്കിംഗ് ഫ്രാക്ഷൻ്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരുന്നത്. ഇത്രയുമാണ് നമുക്ക് പാക്കിംഗ് ഫ്രാക്ഷനിലുള്ളത്. പാക്കിംഗ് ഫ്രാക്ഷൻ നമുക്ക് പറയാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന് ഈ ഒരു കാണുന്ന പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ M/M, പിന്നെ അതേ ഇതിന് താഴെയും വരുന്ന പാക്കിംഗ് ഫ്രാക്ഷൻ ഈക്വൽ ടു ഐസോട്ടോപ്പിക് മാസ് മൈനസ് മാസ് നമ്പർ ബൈ മാസ് നമ്പർ ഇൻറ്റു 10⁴. ഇത് നെഗറ്റീവ് വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. നെഗറ്റീവ് വാല്യൂ വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റെബിലിറ്റിയാണ്. സ്റ്റെബിലിറ്റിയാണ് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഇൻസ്റ്റേബിളുമാണ്. ഇത്രയുമാണ് പാക്കിംഗ് ഫ്രാക്ഷനിലുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി. ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ന്യൂക്ലിയർ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ ഈവൻ ആൻഡ് ഓഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ. അതായത് ഇവിടെ നമുക്കൊരു ന്യൂക്ലിയറിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടി ഉള്ളൊരു കണ്ടീഷൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും നമ്പേഴ്സ് ഈവനും ഓടുമായിട്ട് ആ ഒരു അറേഞ്ച്മെൻറ്റിൽ വരുമ്പോൾ ന്യൂക്ലിയർ എങ്ങനെ സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി ഇത്തരത്തിൽ പറയുന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഒരു ടേബിളർ കോളം നോക്കാം. ഇപ്പോൾ നമ്മുടെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം രണ്ടും ഈവൻ ആണെങ്കിൽ സ്റ്റേബിൾ ന്യൂക്ലിയർ 160 ആണ്. ഇപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം, ഇപ്പോൾ പ്രോട്ടോൺ ഈവനും ന്യൂട്രോൺ എന്താണ് ഓടുമാണ് വരുന്നതെങ്കിൽ അവിടെ സ്റ്റേബിൾ ന്യൂക്ലിയർ 56 ആണ്. ദെൻ പ്രോട്ടോൺ ഓടും ന്യൂട്രോൺ ആണ് ഈവനും വരുന്നതെങ്കിൽ അവിടെ 52 ആണ്. ദെൻ പ്രോട്ടോൺ ഓടും ന്യൂട്രോണും ഓടാണെങ്കിൽ, അത് രണ്ടും ഓടാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേബിൾ ന്യൂക്ലിയസ് 4 ആണ്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മെസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഈ തിയറി പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ മെസോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ചാണ്. കാരണം നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സിൽ 4 ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ് ഉള്ളത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് തേർഡ് വൺ വീക്ക് ഫോഴ്സ്, ആൻഡ് ഫോർത്ത് വൺ ന്യൂക്ലിയർ ഫോഴ്സ്. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നമുക്കറിയാം 2 മാസ്സുള്ള ബോഡീസ് തമ്മിലാണ് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്നത്. അവിടെ നടക്കുന്ന എക്സ്ചേഞ്ച് നടക്കുന്ന പാർട്ടിക്കിൾസിൻ്റെ പേരെന്താണ്, ഗ്രാവിറ്റോൺസ് ആണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സും ഇപ്പോൾ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ, അല്ലെങ്കിൽ ന്യൂട്രോണും തമ്മിലും, അല്ലെങ്കിൽ പ്രോട്ടോണും തമ്മിൽ ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ അവിടെ ആ ഒരു ഫോഴ്സ് നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ എന്താണ്, ആ ഒരു തരത്തിൽ അവിടെ അതിനെ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുക എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ വേണമല്ലോ. ആ പാർട്ടിക്കിൾ നമ്മൾ പറയുന്നതാണ് മെസോൺസ്.
അതായത് മെസോൺസ് നമുക്ക് 3 തരത്തിലുണ്ട്. പോസിറ്റീവ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, ദെൻ നെഗറ്റീവ് ഉണ്ട്. ഈ മെസോൺസ് ഫാമിലി വരുന്നതിന് പയോൺസ്. ഇത്തരത്തിലുള്ള പയോൺസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് തമ്മിലുള്ള ഈ ഒരു ന്യൂക്ലിയറിനകത്തുള്ള പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ അവിടെ ഒന്നിച്ച് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഒരു എന്താണ് മെസോൺ കാരണമാണ് അവിടെ ആ ഫോഴ്സ് ഉണ്ടാകുന്ന അത്തരത്തിലാണ് ആ ഒരു തിയറിയാണ് നമ്മൾ ഈ മെസോൺ തിയറി എന്ന് പറയുന്നത്. ഇത് വേറെ ഡെറിവേഷനൊന്നുമില്ല. ഇത് ഹെയ്സൻബർഗ് ആദ്യം പറഞ്ഞിരുന്നത് പൊസിട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ് നിലനിൽക്കുന്നതെന്നാണ്. എന്നാൽ പിന്നീട് ജാപ്പനീസ് സയൻറ്റിസ്റ്റായ യുക്കാവെ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇത് മെസോൺ കാരണമാണ് അല്ലെങ്കിൽ പയോൺസ് കാരണമാണ് നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. ദെൻ ആ ഒരു മെസോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അക്കോർഡിംഗ് ടു മെസോൺ തിയറി, ന്യൂക്ലിയർ ഫോഴ്സസ് ഓൾ ന്യൂക്ലിയർ കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിക്കൽ കോർ സറൗണ്ടഡ് ബൈ എ ക്ലൗഡ് ഓഫ് 1 or more മെസോൺസ്. മെസോൺ മേ ബി ന്യൂട്രൽ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ ചാർജ്. അതായത് മെസോൺസ് നെഗറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം, പോസിറ്റീവ് ആവാം. അതായത് പൈ പ്ലസ്, പൈ മൈനസ്, പൈ 0. ഇതൊക്കെ നമ്മൾ എലമെൻ്ററി പാർട്ടിക്കിൾസിൽ പഠിക്കുന്നുണ്ട് വിശദമായിട്ട്. The difference between neutrons and protons is supposed to lie in the composition of their respective meson cloud. The force that acts between one neutron and another and one proton and other are due to the exchange of neutral meson. അതായത് ഇപ്പോൾ പ്രോട്ടോണും തമ്മിലും അല്ലെങ്കിൽ ന്യൂട്രോൺ തമ്മിലുമുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പൈ 0 അതായത് ന്യൂട്രൽ ആയിട്ടുള്ള മെസോൺസ് കാരണമാണ്. ദ ഫോഴ്സ് ബിറ്റ്വീൻ എ ന്യൂട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ഈസ് ഡ്യൂ ടു ദ എക്സ്ചേഞ്ച് ഓഫ് ചാർജ്ഡ് മെസൺ. അതായത് ഇപ്പോൾ ഒരു പ്രോട്ടോണും ന്യൂട്രോണും അല്ലെങ്കിൽ ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകാൻ കാരണം ഈ പൈ പ്ലസും പൈ മൈനസും എന്ന് പറയുന്ന ചാർജ്ഡ് മെസോൺസ് കാരണമാണ്. ദ എമിഷൻ ഓഫ് എ പൈ മൈനസ് മെസോൺ ഈസ് ബൈ എ ന്യൂട്രോൺ ഗീവ്സ് എ പ്രോട്ടോൺ. അതായത് ഒരു ന്യൂട്രോണിൽ നിന്നും പൈ മൈനസ് എന്ന് പറയുന്ന മെസോൺ എമിറ്റ് ചെയ്താൽ അവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു പ്രോട്ടോൺ കിട്ടും. സിമിലർലി ദ അബ്സോർപ്ഷൻ ഓഫ് എ പൈ പ്ലസ് മെസോൺ ബൈ എ പ്രോട്ടോൺ ഗീവ്സ് എ ന്യൂട്രോൺ. അതായത് ഒരു ന്യൂട്രോൺ ഒരു പൈ പ്ലസ് എന്ന് പറയുന്ന മെസോൺ അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കിട്ടും? ന്യൂട്രോൺ കിട്ടും. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. എൻ ഗീവ്സ് പി പ്ലസ് പി മൈനസ്, പി പ്ലസ് പൈ പ്ലസ് ഗീവ്സ് എൻ. അതേ പ്രോസസ്സിനെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പി ഗീവ്സ് എൻ പ്ലസ് പൈ പ്ലസ്, ദെൻ ന്യൂട്രോൺ പ്ലസ് പൈ പ്ലസ് ഗീവ്സ് പ്രോട്ടോൺ പി. ഇത്രയുമാണ് നമുക്ക് മെസോൺ തിയറി. മെസോൺ തിയറി ജസ്റ്റ് വേറെ ഒന്നുമില്ല. എന്താണ് ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിന് കാരണമാകുന്നത്? പയോൺസ് അല്ലെങ്കിൽ മെസോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് കാരണമാണ്. ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ഒരു മെസോൺ തിയറി പറയാനുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പയോൺസിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ഇലക്ട്രോണും അല്ലെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോണിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് മെസോൺ തിയറി ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് ന്യൂക്ലിയർ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സ്, അതായത് പാർട്ട് 2 ആയ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ബാക്കി നമുക്കിനി 6 ചാപ്റ്റേഴ്സാണ് ഈ ലെസണിലുള്ളത്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.